ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രാൻസ്ഫോമറിലെ 9ാമത്തെ ക്ലാസ്സാണ്. അതിൽ ഓട്ടോ ട്രാൻസ്ഫോമർ, ഇന്നത്തെ ക്ലാസ് ഓട്ടോ ട്രാൻസ്ഫോമറിനെ പറ്റിയാണ്. നമ്മൾ 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിനെ പറ്റി നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചു. ഇനി ഒരു വൈൻഡിങ് മാത്രമല്ല, ഇതിൻ്റെ തിയറിയും ഇതൊക്കെ നമ്മൾ മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിൽ പഠിച്ചതായിരുന്നു. ഒന്ന് ഓട്ടോ ട്രാൻസ്ഫോമറിനെ പറ്റിയാണ്. The objectives നോക്കാം. At the end of this lesson, the trainee shall be able to first state the principle of auto transformer. ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. രണ്ടാമത്തത് ഡിസ്ക്രൈബ് ദി കൺസ്ട്രക്ഷൻ ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ, ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ. രണ്ടാമത് പിന്നെ സ്റ്റേറ്റ് ദി അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫസ്റ്റ് തന്നെ ഓട്ടോ ട്രാൻസ്ഫോമർ ഈസ് എ ട്രാൻസ്ഫോമർ ഹാവിങ് സിംഗിൾ വൈൻഡിങ്. നമ്മൾ പറഞ്ഞതാണ്, ഒറ്റ വൈൻഡിങ് മാത്രമുള്ള ട്രാൻസ്ഫോമറാണ് ഓട്ടോ ട്രാൻസ്ഫോമർ. വിച്ച് ആക്ട് ആസ് പ്രൈമറി ആസ് വെൽ ആസ് സെക്കൻഡറി പ്രൈമറി ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യണത് എന്ത് തന്നെയാണ്? ഈ ഒറ്റ വൈൻഡിങ് തന്നെയാണ്. അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമറിന് എത്ര വൈൻഡിങ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഒറ്റ വൈൻഡിങ് ഉണ്ടാവുള്ളൂ. അത് തന്നെയാണ് എന്താണ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും ആക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഓട്ടോ ട്രാൻസ്ഫോമർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ മാഗ്നറ്റിസത്തിൽ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിരുന്നതാണ്. ഒന്ന് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, അല്ലേ? സെൽഫ് ഇൻഡക്റ്റൻസ്. നമ്മൾ 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആയിരുന്നു. ഇവിടെ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. എന്താണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ? സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ വൈൻഡിങ് മാത്രമേ ഉള്ളൂ. നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ അതിലൊരു കറണ്ട് കൊടുക്കുമ്പോൾ ഒരു ഫ്ലക്സ് ഉണ്ടാകും. ആ ഫ്ലക്സ് ചേഞ്ചിങ് ഫ്ലക്സ് ആണ്. നമ്മൾ എ സി ആണ് കൊടുക്കണമെങ്കിൽ ചേഞ്ചിങ് ഫ്ലക്സ് ഉണ്ടാവും. ആ ചേഞ്ചിങ് ഫ്ലക്സ് അതിൻ്റെ തന്നെ കണ്ടക്ടറിനെ കട്ട് ചെയ്ത് അവിടെ ഒരു ഇ എം എഫ് ഉണ്ടാവുന്നതിനെയാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ എന്താണ് സ്റ്റെപ്പ് ഡൗൺ ഓട്ടോ ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് അപ്പ് ഓട്ടോ ട്രാൻസ്ഫോമറും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ സ്റ്റെപ്പ് ഡൗൺ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഇത് ഇൻപുട്ടാണ്, അല്ലേ? ഇൻപുട്ടിൽ നമ്മൾ സപ്ലൈ കൊടുക്കുന്നതാണ് P1. ഇവിടെ എന്താണ് ഫുൾ ചുറ്റും അതിനെ ഉപയോഗിക്കും ഇൻപുട്ടിലേക്ക്. ഔട്ട്പുട്ടിൽ എന്താണ് എത്രയാണോ നമുക്ക് വേണ്ടത്, സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ട എത്ര ചുറ്റുകളിൽ നിന്നാണോ ആ ചുറ്റിൽ നിന്ന് എന്തെടുക്കും, ഒരു ടാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അതായിരിക്കും ഔട്ട്പുട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ഓട്ടോ ട്രാൻസ്ഫോമർ ഇങ്ങനെ നമുക്ക് കൊടുക്കാം. എന്നാൽ സ്റ്റെപ്പ് അപ്പ് ഓട്ടോ ട്രാൻസ്ഫോമർ ആണെങ്കിലോ നമ്മൾ ഇൻപുട്ടിലേക്ക് ചുറ്റുകളുടെ എണ്ണം കുറവുള്ള ടാപ്പിങ്ങിലേക്കാണ് കൊടുക്കുക. ഔട്ട്പുട്ട് എന്ത് ചെയ്യും, കൂടുതലുള്ളതും കൊടുക്കും. ഇങ്ങനെ സ്റ്റെപ്പ് ഡൗണും സ്റ്റെപ്പ് അപ്പും നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ടാക്കാം. അതുപോലെ തന്നെ പല വോൾട്ടേജുകൾ നമ്മൾ കിട്ടണമെങ്കിൽ ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് പല വോൾട്ടേജുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മൾ പിന്നെ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ പറഞ്ഞ സമയത്ത്, അല്ലേ, 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ പറഞ്ഞ സമയത്ത് നമ്മൾ അതിൻ്റെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എങ്ങനെയാണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ പറയണത്. മേ ബി റീകോൾ ദി ഡിസ്കഷൻ ഓഫ് ട്രാൻസ്ഫോമർ ഓപ്പറേഷൻ. ട്രാൻസ്ഫോമർ ഓപ്പറേഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി റീകോൾ ചെയ്യണം. എന്തായിരുന്നു? എ കൗണ്ടർ ഇ എം എഫ് വാസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദി വൈൻഡിങ് വിച്ച് ആക്ട് ആസ് എ പ്രൈമറി. ഇവിടെ ഒരു കൗണ്ടർ ഇ എം എഫ് ഉണ്ടാവും, അല്ലേ? ഒരു കൗണ്ടർ ഇ എം എഫ് പ്രൈമറിയിൽ ഉണ്ടാവും എന്നൊക്കെ അന്ന് പറഞ്ഞാണ്. അപ്പോൾ ആർക്കും ഇത് മനസ്സിലാകാത്തവർ അന്നത്തെ ക്ലാസ് ഒന്ന് കേൾക്കുക. ഒരു കൗണ്ടർ ഇ എം എഫ് ഉണ്ടാവും, അത് പ്രൈമറി ആയിട്ട് ആക്ട് ചെയ്യും, അല്ലേ? സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, ആ ഇ എം എഫ് പ്രൈമറി ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ എന്താണ് ഇൻഡ്യൂസ്ഡ്, അന്ന് പറഞ്ഞൊരു കാര്യം എന്താണ്, ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് പെർ ടേൺ എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഈ പ്രൈമറിയിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് വോൾട്ടേജും സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് വോൾട്ടേജും പെർ ടേൺ ഒരു ചുറ്റിന്, അല്ലേ, ഒരു ചുറ്റിന് രണ്ടിനും എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നു പറഞ്ഞിരുന്നു, അല്ലേ? ഈച്ച് ആൻഡ് എവരി ടേൺ ലിങ്കിങ് വിത്ത് ദ കോമൺ ഫ്ലക്സ് ഇൻ ദി കോർ. ഇവിടെ ഉണ്ടാണ് ഫ്ലക്സ് ലിങ്ക് ചെയ്യണേ, അല്ലേ? അന്ന് പറഞ്ഞതാണ് ഇവിടെ ഉണ്ടാണ് ഫ്ലക്സ് ലിങ്ക് ചെയ്യണേ. ഇവിടെ ഉണ്ടാണ് ഫ്ലക്സ് എന്തിനൊക്കെ ലിങ്ക് ചെയ്യും, തൊട്ടടുത്ത് വെച്ച സെക്കൻഡറീന്, അല്ലേ? സെക്കൻഡറിയിലുള്ള വൈൻഡിങ്ങിനെ ലിങ്ക് ചെയ്യും. അതുപോലെ തന്നെ പ്രൈമറിയിലും ലിങ്ക് ചെയ്യും. ആ പ്രൈമറിയിൽ ഉണ്ടാകണം ഒരു ടേണിലുണ്ടാകുന്ന വോൾട്ടേജും
സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന ഒരു ടേണിൻ്റെ വോൾട്ടേജും സെയിം ആയിരിക്കും എന്നൊക്കെ അന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പ്രൈമറിയിലും എന്തുണ്ടാവും EMF ഇൻഡ്യൂസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ EMF ആണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ സെക്കൻഡറിയിലും പ്രൈമറിയിലും ഉണ്ടാകുന്ന EMF പെർ ടേൺ ഈക്വൽ ആയിരിക്കും എന്നും അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പ്രൈമറിയിൽ ഉണ്ടാകുന്ന ആ EMFനെയാണ് നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ പ്രൈമറിയിൽ ഫണ്ടമെൻ്റലായിട്ട് നമുക്ക് രണ്ട് ഈ 2 വൈൻഡിങ് ട്രാൻസ്ഫോമറും അതുപോലെ തന്നെ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ തമ്മിൽ ഓപ്പറേഷനിൽ പ്രത്യേകിച്ചുള്ള വ്യത്യാസം ഒന്നുമില്ല. സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് എന്താണ് നമ്മൾ വേറൊരു വൈൻഡിങ് തൊട്ടടുത്ത് വെച്ചൊരു വൈൻഡിങ്ങിൽ നിന്നാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. എന്നാലോ ഇവിടെയോ നമ്മൾ പ്രൈമറി ടേൺസിൽ തന്നെ ഉണ്ടാണ് അല്ലേ, പ്രൈമറിയിൽ ഇവിടെ AC കൊടുക്കുമ്പോൾ അതിൽ തന്നെ എന്തുണ്ടാവും, ഒരു ഫ്ലക്സ് ഉണ്ടാവും. ആ ഫ്ലക്സ് എന്ത് ചെയ്യും, ചേഞ്ചിങ് ഫ്ലക്സ് ആയിരിക്കും. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഇതിലൊരു EMF ഉണ്ടാവും. ആ EMF തന്നെയാണ് നമ്മൾ സെക്കൻഡറിയിലേക്കും എടുക്കുന്നത്. അപ്പോൾ എന്താണ് വോൾട്ടേജൊക്കെ അല്ലേ, വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഒക്കെ സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ട് സിറ്റുവേഷനും സെയിം ആണ്. അതുകൊണ്ട് ഓപ്പറേഷൻ രണ്ടിൻ്റെയും സെയിം ആയിട്ടാണ് ഉണ്ടാവുക. ഇനി നോക്കാം, ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കണക്ട് ചെയ്തത് എന്താണ്, ഇവിടെ എക്ക് അതുപോലെ ഈ സിക്കും ഇടയിലാണ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കണക്ട് ചെയ്തത്. ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും. ഇതിപ്പോൾ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഈ ചുറ്റുകൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ A മുതൽ C വരെയുള്ള സ്ഥലത്ത് നമ്മൾ കണക്ട് ചെയ്തു. ഇനി ലോഡ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്, എന്താണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ലോഡ് കണക്ട് ചെയ്യുന്നത് എന്താണ്, ഈ B എന്ന് പറഞ്ഞ പോർഷനിൽ നിന്നും അതുപോലെ തന്നെ C എന്ന് പറഞ്ഞ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ BC എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്താണ് വൈൻഡിങ്ങിൻ്റെ ഇത്രയും ഭാഗമാണ് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇത്രയും ഭാഗത്തുള്ള അല്ലേ പെർ ടേൺ, ഓരോ ടേണിലുണ്ടാണ് ഈക്വലാന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് ഇതിലെ വൈൻഡിങ്ങിൻ്റെ ഈ ചുറ്റുകളുടെ എണ്ണം കുറയുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് വോൾട്ടേജ് കുറയും. ആ വോൾട്ടേജ് കുറയുന്നതാണ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിലുള്ള V2 കാണണമെങ്കിൽ എത്ര അല്ലേ, ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് എത്രയെന്നുള്ളത് നമുക്ക് കാണണമെങ്കിലുള്ള ഇക്വേഷൻ അല്ലേ, V1 അപേക്ഷിച്ച് V2 നമുക്ക് കാണണമെങ്കിൽ 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിൽ കണ്ടതുപോലെ തന്നെ അല്ലേ, നമ്മളന്ന് പഠിച്ചിരുന്നു V2 ഡിവൈഡ് ബൈ V1 ഈക്വൽ ടു N2 ഡിവൈഡ് ബൈ N1. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കാണൽ പഠിച്ചിരുന്നു. ഇവിടെയും അതേപോലെ തന്നെയാണ്. അപ്പോൾ V2 കാണണമെങ്കിൽ അല്ലേ, V1 നമുക്ക് അറിയാമെങ്കിൽ അതുപോലെ തന്നെ N1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ്, മൊത്തമുള്ള നമ്പർ ഓഫ് ടേൺസ്, അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള N2ലേക്ക് എടുത്ത് അല്ലേ ഇത്രയും ഭാഗത്ത് നമ്പർ ഓഫ് ടേൺസും നമുക്കറിയാമെങ്കിൽ നമുക്ക് സെക്കൻഡറിയിലെ വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷനാണ് V2 ഈക്വൽ ടു V1 എന്ന് പറഞ്ഞാൽ അല്ലേ, എന്താണ് V1 എന്ന് പറഞ്ഞാൽ പ്രൈമറിയിൽ കൊടുത്ത വോൾട്ടേജ്, പ്രൈമറിയിൽ കൊടുത്ത വോൾട്ടേജ് എത്രയാണോ അത് എഴുതുക. ഇവിടെ NBC അതാണ് NBC എന്ന് പറഞ്ഞാൽ N2 ഡിവൈഡ് ബൈ N1 എന്നാണ് നമ്മൾ പഠിച്ചത്. N2 എന്ന് പറഞ്ഞാൽ BC എന്നുള്ളതാണ് സെക്കൻഡറി വോൾട്ടേജ്, സെക്കൻഡറിയിലുള്ള ചുറ്റുകളുടെ എണ്ണം, അതാണ് BC. പിന്നെ NAC ഡിവൈഡ് ബൈ NAC എന്ന് പറഞ്ഞാൽ എന്താണ് V1 അല്ല N1 എന്ന് പറഞ്ഞാൽ അല്ലേ V2 ഡിവൈഡ് ബൈ V1 ഈക്വൽ ടു ഇൻറ്റു N2 ഡിവൈഡ് ബൈ N1. അതാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ N1 എന്ന് പറഞ്ഞാൽ AC അതാണ് NAC എന്ന് കൊടുത്തത്. അപ്പോൾ V2 ഈക്വൽ ടു V1 ഇൻറ്റു N2 ഡിവൈഡ് ബൈ N1 എന്നുള്ള ഇക്വേഷൻ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡറിയിലെ വോൾട്ടേജ് അവിടെ നമ്മൾ 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിൽ എങ്ങനെയാണോ കണ്ടുപിടിച്ചത് അതുപോലെ തന്നെയാണ് ഇവിടെയും കണ്ടുപിടിക്കുക. ഇനി ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അല്ലേ, ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ നമ്മൾ 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിൻ്റെ ട്രാൻസ്ഫോമർ റേഷ്യോ കാണുന്നത് പോലെ തന്നെയാണ് കാണുക. ട്രാൻസ്ഫോർമേഷൻ കാണാനുള്ള ഇക്വേഷൻ അല്ലേ അവിടെ പഠിച്ചിരുന്നത് എന്തായിരുന്നു, N2 ഡിവൈഡ് ബൈ N1 ഈക്വൽ ടു V2 ഡിവൈഡ് ബൈ V1 ഈക്വൽ ടു I1 ഡിവൈഡ് ബൈ I2. ഇവിടെയും അത് തന്നെയാണ്. N2 എന്ന് പറഞ്ഞാൽ NBC അല്ലേ, അപ്പോൾ N2 തന്നെയാണ്. ഇവിടെ N1 എന്ന് പറഞ്ഞാൽ AC എന്നുള്ള N1 തന്നെയാണ്. അപ്പോൾ N2 ഡിവൈഡ് ബൈ N1 ഈക്വൽ ടു V2 ഡിവൈഡ് ബൈ V1 ഈക്വൽ ടു I1 ഡിവൈഡ് ബൈ I2 എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് പവർ കാണണമെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു റെസിസ്റ്റീവ് ലോഡാണെന്ന് നമ്മൾ വിചാരിക്കുക, അസ്യൂം ചെയ്യാം അല്ല, അത് കൺവീനിയൻസ് സെക്കൻഡറി കറണ്ട് ഒഴുകുന്നത് എന്താണ് റെസിസ്റ്റീവ് ലോഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറണ്ട് കാണാനുള്ള ഇക്വേഷൻ I2 ഈക്വൽ ടു V2 ഡിവൈഡ് ബൈ RL അല്ലേ, V/R എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് V2 ഡിവൈഡ് ബൈ RL എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് അതിലുള്ള കറണ്ട് കാണാം.
അങ്ങനെയാണെങ്കിൽ നമുക്ക് പവർ കാണാൻ അല്ലേ, നമ്മൾ ആ പവർ കാണുമ്പോൾ എന്താണ് നമ്മൾ ട്രാൻസ്ഫോമർ ഈസ് 100% എഫിഷ്യൻ്റ് ആണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തു. നമ്മൾ 100% എഫിഷ്യൻ്റ് ആണ്, അതിലെന്തില്ല ലോസുകളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്താൽ പവർ കാണാനുള്ള ഇക്വേഷൻ PL = V2 × I2 അല്ലേ, V × I എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ V2 × I2 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ട്രാൻസ്ഫോമറിൻ്റെ പവർ കാണുകയും ചെയ്യാം. ഇനി അഡ്വാൻറ്റേജ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ. ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. ഫോർ സെയിം കപ്പാസിറ്റി ആൻഡ് വോൾട്ടേജ് റേഷ്യോ ആൻഡ് ഓട്ടോ ട്രാൻസ്ഫോമർ റിക്വയർഡ് ലെസ് കോപ്പർ. ഇപ്പോൾ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ നമ്മളെടുത്തു, ഒരു 2 വൈൻഡിങ് ട്രാൻസ്ഫോമറും ഓർഡിനറി ട്രാൻസ്ഫോമറും നമ്മളെടുത്തു. അതിൻ്റെ സെയിം കപ്പാസിറ്റിയാണ്, പിന്നെന്താണ് വോൾട്ടേജ് റേഷ്യോ സെയിം ആണ്, ഒക്കെ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് ഈ ഓട്ടോ ട്രാൻസ്ഫോമറിൽ ഒറ്റ വൈൻഡിങ് മാത്രമേ ഉള്ളൂ അല്ലേ, 2 വൈൻഡിങ്ങുള്ള ട്രാൻസ്ഫോമറിൽ 2 വൈൻഡിങ് ഉണ്ട്. അപ്പോൾ എന്താണ് അതിൽ ഉപയോഗിക്കുന്ന കോപ്പർ എവിടെയായിരിക്കും കൂടുതൽ അല്ലേ, കൂടുതൽ അതിലായിരിക്കും 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിലായിരിക്കും. അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമറിൽ നമുക്ക് വളരെ കുറച്ച് എന്ത് മതി, കോപ്പർ മതി. കോപ്പറിൻ്റെ ആവശ്യകത വളരെ കുറവാണ്. സെയിം കപ്പാസിറ്റിയും വോൾട്ടേജ് റേഷ്യോ ഉള്ള 2 ട്രാൻസ്ഫോമർ, 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ ഓട്ടോ ട്രാൻസ്ഫോമർ എടുക്കുകയാണെങ്കിൽ എന്താണ് കോപ്പർ വളരെ കുറവാണ് ഓട്ടോ ട്രാൻസ്ഫോമർ. അതുകൊണ്ട് തന്നെ ലെസ് കോസ്റ്റ് അല്ലേ, പൈസ വളരെ കുറവ് മതി. അതുപോലെ തന്നെ ബെറ്റർ വോൾട്ടേജ് റെഗുലേഷൻ നമുക്ക് കിട്ടും. വോൾട്ടേജ് റെഗുലേഷൻ ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് വളരെ കുറവായിരിക്കും, സ്മാളർ സൈസ് ആയിരിക്കും. പിന്നെ ലൈറ്റർ ഇൻ വെയിറ്റ്, 2 വൈൻഡിങ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ വെയിറ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ മോർ എഫിഷ്യൻ്റ് ആയിരിക്കും. എന്താണ് 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിനേക്കാൾ സെയിം കപ്പാസിറ്റിയുള്ള 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിനേക്കാൾ എന്തായിരിക്കും മോർ എഫിഷ്യൻ്റ് ആയിരിക്കും. കാരണം എന്താണ് ഒറ്റ വൈൻഡിങ് മാത്രമേ ഉള്ളൂ. ഈ 2 വൈൻഡിങ്ങിലേക്കും പോകുമ്പോഴുള്ള ലീക്കേജ്, ഫ്ലക്സിൻ്റെ ലീക്കേജ് ഒന്നുമില്ല, ഒറ്റ വൈൻഡിങ് മാത്രമേ ഉള്ളതുകൊണ്ട് കൂടുതൽ എഫിഷ്യൻറ്റും ആയിരിക്കും. ഇതാണ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി ഡിസ്അഡ്വാൻറ്റേജ് നോക്കാം. 2 ഡിസ്അഡ്വാൻറ്റേജാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ ഡിസ്അഡ്വാൻറ്റേജ്, ഇതിൻ്റെ സെക്കൻഡറിയും പ്രൈമറിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. നമുക്ക് സെക്കൻഡറിയിൽ പ്രൈമറിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐസൊലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ പ്രൈമറിയിൽ സപ്ലൈ കൊടുത്തിട്ട് സെക്കൻഡറിയിൽ സപ്ലൈ കിട്ടാതിരിക്കാനുള്ള അല്ലേ, എപ്പോഴും ഇങ്ങനെയാലും സെക്കൻഡറിയിൽ സപ്ലൈ ഉണ്ടാവും. അത് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഡിസ്അഡ്വാൻറ്റേജ്. രണ്ടാമതായിട്ട് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ ഒരു ഓപ്പൺ സർക്യൂട്ട് വന്നു. ഈ സെക്കൻഡറി BC എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വൈൻഡിങ്ങിൽ, ഇത് കോമൺ വൈൻഡിങ് ആണ്, അതിൽ സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്തു, ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് നമ്മൾ വിചാരിക്കുക. ആ സമയത്ത് എന്ത് ചെയ്യും, ഈ സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ ഭാഗത്തൊരു ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കട്ടായിപ്പോയി, ഓപ്പൺ സർക്യൂട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, പ്രൈമറി വോൾട്ടേജ് മുഴുവനായിട്ടും ലോഡിലേക്ക് ഒഴുകും. പ്രൈമറി വോൾട്ടേജ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ കൊടുത്തിട്ടാണ് ഇവിടെ 400 വോൾട്ടേജാണ് കൊടുത്തെങ്കിൽ ഇവിടെ ലോഡ് എന്താണ് 200 വോൾട്ടേജിന് വർക്ക് ചെയ്യണ പിന്നെ ഒരു ലോഡാണ് ഉണ്ടാവുക. അപ്പോൾ 200 വോൾട്ടേജ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്തു, കട്ടായാൽ എന്ത് ചെയ്യും, ഫുൾ വോൾട്ടേജും എന്ത് ചെയ്യും, പ്രൈമറിയിലെ വോൾട്ടേജ് എത്രയാണോ 400 വോൾട്ട് ആണെങ്കിൽ 400 വോൾട്ടും എന്ത് ചെയ്യും, നമ്മൾ സെക്കൻഡറിയിൽ ഈ ലോഡിലേക്ക് ഒഴുകും. അങ്ങനെ ആ സമയത്ത് എന്താണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, ബേൺ ഔട്ട് സെക്കൻഡറി ലോഡ് കൊടുത്ത് അല്ലേ 200 വോൾട്ടേജ് പിന്നെ വർക്ക് ചെയ്യുന്ന ലോഡാണുള്ളത്. അതെന്ത് ചെയ്യും, 400 വോൾട്ടേജ് ഒറ്റയടിക്ക് വന്നാൽ എന്ത് ചെയ്യും, ലോഡ് ബേൺ ഔട്ട് ആവും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് സീരിയസ് ഷോക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ എന്താണ് സ്റ്റെപ്പ് ഡൗൺ റേഷ്യോ ഹൈ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ലോഡ് ഇങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് എന്നാണ്. ഇവിടെ സെക്കൻഡറി ഉള്ള ഈ ഭാഗത്തുള്ള വൈൻഡിങ് ഏതെങ്കിലും കട്ടായാൽ എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് വന്നാൽ ലോഡ് എന്ത് ചെയ്യും, പിന്നെ ഇവിടെ കൊടുത്ത ലോഡിന് ബേൺ ഔട്ട് കത്തിപ്പോകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ 2 ഡിസ്അഡ്വാൻറ്റേജാണ്. ഒന്നിപ്പോൾ പറഞ്ഞു, 2 എന്താണ് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റില്ല, സെക്കൻഡറിയും പ്രൈമറിയും വേറെ ആയിട്ട് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി അതിൻ്റെ അപ്ലിക്കേഷൻ, ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ അപ്ലിക്കേഷൻ എന്തൊക്കെയാണ് നോക്കാം. കോമൺ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് ഒന്ന് ഫ്ലൂറസെൻറ്റ് ലാംപ്സിൽ അല്ലെ, ലീക്കേജ് ട്രാൻസ്ഫോമർ എന്നിട്ട് നമ്മൾ പഠിച്ചിരുന്നു. ഫ്ലൂറസെൻറ്റ് ലാമ്പിലൊക്കെ സപ്ലൈ വോൾട്ടേജിനേക്കാൾ കുറവ്, ലെസ് ദാൻ ദ റേറ്റഡ് വോൾട്ടേജിനേക്കാൾ കുറവാണ് സപ്ലൈ വോൾട്ടേജ് എങ്കിൽ ആ സമയത്ത് അല്ലേ എന്താണ് ഫ്ലൂറസെൻറ്റ് ലാമ്പുകൾ നമുക്ക് എന്താണ് ഈ ഇനീഷ്യൽ അല്ലേ സമയത്ത് വോൾട്ടേജ് കൂടുതൽ വേണം. ആ സമയത്ത് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇനീഷ്യൽ വോൾട്ടേജ് ഉണ്ടാക്കും. പിന്നെ റെഡ്യൂസ്ഡ് വോൾട്ടേജ് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടി നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ ഉപയോഗിക്കും.
ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറിൻ്റെ ചെറിയൊരു ഡയഗ്രാം ഇവിടെ കൊടുത്തത്. അപ്പോൾ ആ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറായിട്ട് നമുക്കെന്താണ് അത് വോൾട്ടേജ് കുറച്ചിട്ട് സ്റ്റാർട്ടിങ് സമയത്ത് വോൾട്ടേജ് കുറയ്ക്കുകയും പിന്നെ എന്ത് ചെയ്യും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക മുഴുവൻ വോൾട്ടേജ് കൊടുക്കുകയും ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ റെഡ്യൂസ്ഡ് വോൾട്ടേജ് മോട്ടോർ സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കും. പിന്നെ സീരീസ് ലൈൻ ബൂസ്റ്റേഴ്സ് ഫോർ ഫിക്സഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ലൈൻ വോൾട്ടേജ്. ലൈൻ വോൾട്ടേജ് ഫിക്സഡ് ആവാനും വേണ്ടി അല്ലേ നമ്മൾ കുറേ ദൂരത്തേക്ക് നമ്മളൊരു പിന്നെ സപ്ലൈ കൊണ്ടുപോവുകയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ വയറിൻ്റെ ലെങ്ത്ത് കൂടുമ്പോൾ എന്താണ് അതിൻ്റെ ലോസ് കൂടും അല്ലേ, വോൾട്ടേജ് ഡ്രോപ്പ് കൂടും. അപ്പോൾ ഇവിടെ നിന്ന് അയക്കണം മുഴുവനും എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടേക്ക് കിട്ടൂല. അപ്പോൾ അതിനും വേണ്ടി ആ ഫിക്സഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഫിക്സഡ് ലൈൻ വോൾട്ടേജ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു സീരീസ് ആയിട്ട് ഒരു ലൈൻ ബൂസ്റ്റർ കൊടുക്കും. അത് ഓട്ടോ ട്രാൻസ്ഫോമറാണ് കൊടുക്കുക. അപ്പോൾ ലൈൻ ബൂസ്റ്ററായിട്ട് നമ്മൾ ഉപയോഗിക്കും. പിന്നെ സെർവോ ലൈൻ വോൾട്ടേജ് കറക്ടറായിട്ടും ഉപയോഗിക്കും. ഇത്രയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻസ്. അപ്പോൾ ഒന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, സെൽഫ് ഇൻഡക്ഷനാണ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ എന്നുള്ള ഓർത്ത് വെക്കണം. പിന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞു, കൺസ്ട്രക്ഷൻ ഒറ്റ വൈൻഡിങ് ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്. പിന്നെ അഡ്വാൻറ്റേജ് പറഞ്ഞു, ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു, പിന്നെ അപ്ലിക്കേഷൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമറാണ് പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു ഇൻസ്ട്രുമെൻറ്റ്, ഈ ഓട്ടോ ട്രാൻസ്ഫോമറും കൂടി എടുത്തിട്ട് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ എടുക്കുക എന്നുള്ള രീതിയിലാണ് മാറ്റി വെച്ചത്. ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റുകൾ അല്ലേ, ചെറിയ വാല്യൂ ഉള്ള പിന്നെ അളക്കാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻറ്റുകൾ നമ്മൾ വലിയ ഹൈ വോൾട്ടേജിലും ഹൈ കറണ്ടും അളക്കണമെങ്കിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറുകളാണ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ. അതിനെപ്പറ്റിയാണ് അടുത്ത ക്ലാസ്സിൽ. ഇന്നത്തെ ക്ലാസ് എല്ലാവരും കേട്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി.